എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സുഖമല്ല എല്ലാവരും സുഖമായിട്ടിരിക്കാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കുള്ളതാണ്. അപ്പം നമ്മൾ അതിനായിട്ട് പോകാൻ ഇറങ്ങിയിട്ടുള്ളത് ഇതാട്ടോ. അന്ന് ട്രെയിൻസിൽ നിന്ന് എടുത്ത പുതിയ ഡ്രസ്സ് ഫുള്ളായിട്ട് പിന്നെ കാണിച്ചു തരാം. അപ്പം നമ്മളിത് ഇറങ്ങാൻ പോവാന്ന്. ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ വഴിയെ പറയാം. അങ്ങനെ നമ്മൾ രണ്ടാളും വീട്ടിൽ നിന്ന് അങ്ങ് ഇറങ്ങി. ഇത് ധർമ്മശാല തളിപ്പറമ്പ് പോകുന്ന വഴിയാണ് കേട്ടോ. ഈ വഴിയാണ് ഇങ്ങനെ പണി നടന്നുകൊണ്ടിരിക്കുന്നത്. മണ്ണൊക്കെ കുന്നൂട്ടി വെച്ചിട്ടുണ്ട് റോഡ് ലെവലാക്കാൻ വേണ്ടിയിട്ട്. നമ്മളവിടെയൊക്കെ പിന്നെയും ആയി വന്നിട്ടുണ്ട് പകുതി വരെ. പക്ഷേ ഇവിടെ ഒന്നും ആയിട്ടില്ല. ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഒരു സെക്ഷൻ ഒരു വലിയ സെക്ഷൻ മുഴുവനും ചെയ്യാനുണ്ടല്ലോ. അപ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനെ ആയി വരുന്നതേ ഉള്ളൂ. ഇതിപ്പം സർവീസ് റോഡിലാട്ടോ നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നേരെ ഒന്ന് ഫിഷ് ഗാലക്സി പോകാനുണ്ടായിരുന്നു. നമ്മൾ കീച്ചേരിയുള്ളൊരു കടയാണ്. ഇവിടുന്ന് പെപ്പൽസ് വാങ്ങാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. കുടികളുടെ വീട്ടിലവിടെ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ പോയപ്പോഴത്തേക്ക് ഞാൻ ആദ്യമായിട്ടോ കേട്ടോ ഫിഷ് ഗാലക്സി പോകുന്നത്. അനിയന്മാരൊക്കെ ഇവിടുന്നാണ് നമ്മൾ ഗപ്പി മീനൊക്കെ വാങ്ങാറ്. പക്ഷേ ഇതുവരെ പോയിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ വലിയ ചില്ലിൻ്റെ കൂട്ടിൽ നല്ലൊരു കുറേ മീനുകൾ, വലിയ വലിയ മീനുകൾ വെറുതെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ, ഒരു ഷോന് വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് ഉള്ളിൽ കയറിയപ്പോഴത്തേക്ക് കുറേ കിളികളും നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. എല്ലാം ഇങ്ങനെ കൂട്ടിലിട്ടിട്ട് ഉള്ളത് ഈ സെയിലിനാണ് കേട്ടോ. ഇതൊക്കെ സെയിലിനാണ്. ചിലത് സെയിലിനല്ലാതെ നോ സെയിൽ എന്ന് പറഞ്ഞിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അവർ. ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെയാണെന്നൊന്നും എന്താ അറിയില്ല. ജസ്റ്റ് കണ്ടപ്പം വീഡിയോ എടുത്തതേ ഉള്ളൂ. നല്ല രസമുണ്ട് ബേർഡ്സിനെ കാണാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് ഉള്ളിലേക്ക് പോകുമ്പോൾ കുറേ ഫിഷ് ഉണ്ട്, കുറേ മീനുകളുണ്ട്. ഇതിൻ്റെ തലയിൽ കണ്ട് ഒരു ഹോണ് പോലെ നല്ല രസമുണ്ട് അങ്ങനെ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതൊക്കെ നമ്മൾ കോമൺ ഫിഷാട്ടോ. നമ്മൾ മിക്ക ഫിഷ് ടാങ്കിലൊക്കെ വീട്ടിൽ കൊണ്ടുവരുന്ന ഫിഷാണിത്. നല്ല ഭംഗി കണ്ട് കാണാൻ വേണ്ടിയിട്ടെല്ലാം. പിന്നെ ഇത് അവർ ദിവസവും ക്ലീൻ ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ പോകുമ്പോൾ അവർ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ ഭയങ്കര വൃത്തിയാണ് കേട്ടോ. അവിടെ എല്ലാ ടാങ്കിലും ഭയങ്കര വൃത്തിയാണ്. ഇത് ജസ്റ്റ് ഒരു ഷോന് മാത്രം വേണ്ടി വെച്ചതായിരുന്നു. നോ സെയിൽ എന്ന് പറഞ്ഞിട്ട് തന്നെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ പെപ്പിൾസൊക്കെ അവിടെ നിന്ന് വാങ്ങിയിട്ട് നേരെ വീട്ടിൽ വീട്ടിലേക്ക് പോയി. ഇതാണ് കേട്ടോ വീട്. ഇതാണ് വീട്. റോഡ് സൈഡിൽ തന്നെയാണ്. നമ്മളെ ഹൈവേ വരുന്ന അവിടെ തന്നെയാണ് വീട്. മാങ്ങാട്ടാണ്. അപ്പം ഇതിപ്പോൾ ഫുള്ളായിട്ട് പന്തലെല്ലാം ഇട്ടുകൊണ്ട് വീട്ടിൻ്റെ ഫുൾ ഭംഗി പുറത്തുനിന്ന് കാണാൻ പറ്റില്ല. പക്ഷെ ഉള്ളിലത്തെ ഭംഗി മുഴുവനും കാണിച്ചു തരാം. ശങ്ക്രില എന്നാണ് വീട്ടിൻ്റെ പേര്. അപ്പം പോയപ്പോൾ അണ്ണ ഫ്രണ്ട്സും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ പെപ്പിൾസ് ഗൂഗിളായിട്ട് നിൽക്കുന്ന താഴില്ല ചെടിയൊക്കെ വെച്ച് അവിടെയാണ് പെപ്പിൾസ് ഇടാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവിടത്തേക്ക് നമ്മൾ കുറച്ചേ വാങ്ങിയിട്ടില്ല. എന്തോരം വേണമെന്ന് അറിയില്ലായിരുന്നു. അപ്പോൾ ജസ്റ്റ് കുറച്ച് വാങ്ങിയിട്ട് ഇനി എത്ര വേണമെന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇവർ. അപ്പം നമുക്ക് ആദ്യം ജസ്റ്റ് ഒന്ന് വീട് ഫുള്ളായിട്ടൊന്ന് ചുറ്റി കാണാം. കാരണം ഇപ്പോൾ ആരും ഇല്ല. കുറച്ച് കഴിഞ്ഞാൽ ആൾക്കാർ തിരക്ക് കൂടുമ്പോൾ ഒരു രസം ഉണ്ടാവില്ല, വീടിൻ്റെ ഭംഗി മനസ്സിലാവില്ല. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് നമുക്ക് കാണാം. ഇതിപ്പോൾ എല്ലാം ഓപ്പണാട്ടോ. ഇതൊക്കെ ഇവിടെ ഓപ്പണായിട്ട് ഉണ്ടാക്കിയൊരു വീടാണ്. എവിടെ നോക്കിയാലും അവിടെ ഇടയ്ക്ക് കാണാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് തന്നെ താഴത്തെ ഒരു ബെഡ്റൂമിലേക്കാണ് പോകുന്നത്. ഇതുവരെ വാൾ പെയിൻറ്റിങ് ചേട്ടൻ വരച്ചതാട്ടോ, ഗൂഗിളേട്ടൻ വരച്ചതാണ്. നല്ല രസമുണ്ട് ആ പെയിൻറ്റിങ് കാണാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് നേരെ റൂമിലേക്ക്, ഇത് ബെഡ്റൂമാണ്, അതായത് അച്ഛനും മാസ്റ്റർ ബെഡ്റൂമായിരുന്നു. അത് കഴിഞ്ഞിട്ട് നേരെ കിച്ചണിലേക്കാണ്. ഒരു ഓപ്പൺ കിച്ചണാട്ടോ. കിച്ചൺ കാണിച്ചു തരാം. അതിനുശേഷം അതിൻ്റെ പുറത്ത് നമ്മളെ വർക്ക് ഏരിയ ആണ്. പിന്നെ ബാക്കിൽ കുറച്ച് സ്ഥലമൊക്കെ ഉണ്ട്. ശരിക്കും വീട് വന്നപ്പോഴാണ് മനസ്സിലാവുന്നത് ഇവർ ഇത്രയും സ്ഥലം ഉണ്ടായിരുന്നു. നമ്മൾ കാണുമ്പോൾ ഈ കാടൊക്കെ പിടിച്ച് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവില്ലല്ലോ. പക്ഷെ ഒരു വീടും ബാക്കിൽ അത്രയും സ്ഥലം വരുമ്പോഴാണ് ഇത്രയും സ്പേഷ്യസ് ആയിരുന്നു ആ ഒരു സ്ഥലം എന്ന് മനസ്സിലായത്. അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ സെൻട്രൽ ഹാളിലേക്ക്, അതായത് ഡൈനിങ് ഹാള്, നല്ലൊരു ടേബിളായിട്ട് നല്ല ചെയേഴ്സ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. വലിയൊരു ടേബിളും കുറേ ചെയേഴ്സും കുറേ ആക്കി ഇരിക്കാൻ പറ്റും. നല്ല ഭംഗിയുണ്ട്. ഇവിടുത്തെ ഒരു വ്യൂ ഒക്കെ അടിപൊളിയായിട്ട്. നേരെയുള്ളത് അവിടെ ഓപ്പണാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതൊക്കെ അതുപോലെ ഒറിജിനാലിറ്റിയിൽ ചെയ്തൊരു വോളാണ് കേട്ടോ. നമ്മളെ ഇഷ്ടിക്കാനൊക്കെ കൊണ്ടൊക്കെ അടിപൊളിയാണ്. അത് അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് ഗസ്റ്റ് റൂമാണ്. ഈ ഗസ്റ്റ് റൂമിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇവരെ പണ്ടത്തെ വീട് കാണാൻ പറ്റും. അത് കാണുന്നതാട്ടോ ഇവരെ വീട്. നമുക്ക് പുറമേ നിന്ന് നോക്കുമ്പോൾ ഈ വീട് ഭയങ്കര കുഞ്ഞു വീടായിരിക്കും. പക്ഷെ ഉള്ളിൽ ഭയങ്കര സ്പേഷ്യസാണ്. മുക്കിലും മൂലയിലൊക്കെ ഭയങ്കര സ്പേസാണ്. അതുകൊണ്ട് നല്ല രസമുണ്ട് വീട് കാണാൻ തന്നെ. ഒരു ഓപ്പൺ കിച്ചൺ, അത് കണ്ടല്ലോ, ഓപ്പൺ കിച്ചണായിരുന്നു. പിന്നെ ഇതാണ് നമ്മളെ ഡൈനിങ് ഹാള്. കയറുമ്പോൾ തന്നെ നേരെ സ്റ്റെപ്പ് ഇറങ്ങിയിട്ടാണ് ഡൈനിങ് ഹാള് വരുന്നത്. ഇനി മുകളിലേക്ക് പോകുമ്പോൾ ഇങ്ങനൊരു സ്റ്റെയറാണ് വരുന്നത്. സ്റ്റെയറിൻ്റെ അടിയിലാണ് കുറച്ച് ചെടികളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ഇൻഡോർ പ്ലാന്റ്സ് ആയിട്ട് അങ്ങനെ സെറ്റ് ചെയ്തതാണ്. അപ്പം നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ മുകളിലേക്കേക്ക് പോകുമ്പോൾ അവിടെ ഒരു ഡൈനിങ് വന്നിട്ടുണ്ട്. അതായത് അവിടെ ഒരു സെൻട്രൽ ഹാള് വന്നിട്ടുണ്ട്.
സെൻട്രൽ ഹാളിന് പുറത്തേക്ക് ബാൽക്കണി ആയിട്ടും ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ഓപ്പൺ തന്നെ ആയിട്ടാണുള്ളത്. നമുക്ക് പുറത്തേക്ക് കാണാൻ പറ്റും. ഫുൾ മിക്കതും ഗ്ലാസ് ആയതുകൊണ്ട് നല്ല വ്യൂ ആണ് എല്ലാ ചുറ്റും സ്ഥലത്ത്. പിന്നെ ഈ വെയിൽ മീൻസ് എല്ലാ സൈഡിൽ നിന്നും നമ്മൾ വെയിൽ അകത്തേക്ക് കയറുന്നുണ്ട്. അത് ഭയങ്കര ഒരു പോസിറ്റീവ് വൈബാണ് ഈ വീടിന് കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ ലൈറ്റ്സ്, ഈ ലൈറ്റ്സ് മിക്ക ലൈറ്റ്സും അടിപൊളിയാട്ടോ. വീടിന് ചേർന്ന ലൈറ്റാണ്. നമ്മൾ പണ്ടത്തെ ട്യൂബ് ലൈറ്റ് പോലെയൊന്നുമല്ല, വെറുതെ തന്നെ ഒരു വേർഷനായിട്ട് ഇപ്പം എല്ലാവരും ഇങ്ങനെയാണല്ലോ ചെയ്യുന്നത്. നല്ല അടിപൊളിയായിട്ട് ലൈറ്റ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ഏറ്റവും ഈ വീടിൻ്റെ ഏറ്റവും ബാൽക്കണീസും റൂം അറ്റാച്ച്ഡ് ഒന്നുമല്ല, എല്ലാം കോമൺ ബാൽക്കണീസാണ്. പക്ഷെ എല്ലാം അടിപൊളി ബാൽക്കണീസാണ്. മുകളിൽ തന്നെ 3 ബാൽക്കണി ആയിട്ട് വരുന്നുണ്ട്. എല്ലായിടത്തും നല്ല സ്പേസ് ഉണ്ട്. നമുക്ക് ഫ്രണ്ട്സായിട്ടും എല്ലാം അടിച്ചു പൊളിക്കാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുള്ള ബാൽക്കണീസ് അവർ ചെയ്തിട്ടുണ്ട്. അതാണ് ആ വീടിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ട് കൊടുക്കുന്നത്. പിന്നെ ഇത് മുകളിൽ 2 റൂമാണ് വരുന്നത്. അവർ 2 മക്കളാണ്, അതുകൊണ്ട് 2 റൂമായിട്ട് വരുന്നുണ്ട്. ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് താഴത്തേക്ക് മുഴുവനും കാണാൻ പറ്റും. അത് ഡൈനിങ്ങിലും സെൻട്രൽ ഹാളിൽ ഇരിക്കുന്ന ആൾക്കാരെ വരെ നമുക്ക് കാണാൻ പറ്റും മോളിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ. ഇപ്പോഴത്തെ വീട് എല്ലാം ഇതുപോലെ മോഡുലർ വീടായിട്ടാണ് വരുന്നത്. അത്രയ്ക്ക് അടിപൊളിയായിട്ടുള്ള ആർക്കിടെക്ചറാണ് ഓരോ വീടിനും കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇത് വേറൊരു ബെഡ്റൂമാണ്, ഭയങ്കര സ്പേസ് ആയിട്ടുള്ളൊരു ബെഡ്റൂം. ഇതന്നെ ശരിക്കും നല്ല ഭംഗിയാണ്. ഒരുപാട് ഫേർണിച്ചേഴ്സ് ഒന്നും കൊണ്ട് നടക്കാണ്ട് ആവശ്യത്തിന് മാത്രം ഒരു സെക്ഷനിൽ ഫുള്ളായിട്ട് അങ്ങ് വെച്ചിട്ട് ആ റൂമിൻ്റെ ഭംഗി ഇതുപോലെ തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബെഡൊക്കെ ഇങ്ങനെയാട്ടോ വരുന്നത്. ഫ്ലോർ തന്നെ ബേസായിട്ട് ആ ഒരു ഹൈറ്റിലാണ് ബെഡും വരുന്നത്. അതും നല്ല രസമുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്ത റൂം ഇവിടെ വരുന്നത് ഇതുപോലത്തെ ഒരു കുഞ്ഞു റൂമാണ്. ആ മറ്റേ റൂം വെച്ച് നോക്കുമ്പോൾ ഇതൊരു ചെറിയ റൂമാണ്, പക്ഷെ എന്നാൽ പോലും നല്ല സ്പേസ് ഉണ്ട്. ബെഡിൻ്റെ ചുറ്റും നല്ല സ്പേസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വിൻഡോസും കേർട്ടൻസൊക്കെ നമ്മളെ വീടിൻ്റെ പെയിൻറ്റിന് ചേർന്ന് അതുപോലെ തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഗോകുലേട്ടനും അച്ഛനും അഗേട്ടനൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട്. പിന്നെ ഇവിടെ നോക്കിയാൽ തൊട്ടപ്പുറത്ത് കാണുന്നതാണ് ഇവരെ പഴയ വീട്. അതും അടിപൊളി വീടായിരുന്നു. അതും വേറെ നൊസ്റ്റാൾജിക് ഫീലുള്ളൊരു വീടായിരുന്നു. ഇതൊക്കെ അഗേൻ്റെ ഫ്രണ്ടാട്ടോ, രേവതേച്ചി, വാവ എല്ലാവരും ഉണ്ട്. കുറേ നാളായി എല്ലാവരെയും കണ്ടിട്ട്. പണ്ട് ടൂർ പോയപ്പോൾ എല്ലാവരും ഒരുമിച്ച് പോയതാണ്. പിന്നെ കല്യാണത്തിന് എന്തെങ്കിലും ഫംഗ്ഷൻ വന്നാൽ കാണാറുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് എപ്പോഴാണ് കേട്ടോ കാണുന്നത്. പിന്നെ ശിശുവിൻ്റെ കസിൻ്റെ കൊച്ചാട്ടോ, വേഗം തന്നെ കൊച്ചിനോടും കമ്പനിയായി. വേഗം ആൻറ്റി എന്നൊക്കെ വിളിച്ചിട്ട് കളിക്കുന്നുണ്ടായിരുന്നു. അടിപൊളി. എത്രയൊക്കെയാണ് പഠിക്കാം അടച്ചോ വരുമല്ലോ.
ഇതാണ് കേട്ടോ ശിശിര. മിക്ക വീഡിയോസിലും ശിശിരനെ അറിയാമായിരിക്കും എല്ലാവർക്കും. അപ്പോൾ ശിശിരേൻ്റെ വീട്ടിൽ കൊല്ലായിരുന്നു. നല്ല അടിപൊളി വീടാട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ വന്ന മുതൽ മുഴുവനും എടുത്ത് ഇവളെ കൊണ്ട് എടുപ്പിക്കണം എന്നാണ് വിചാരിച്ചത്. മീൻസ് ഇവളെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് എടുക്കണം എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഫുൾ തിരക്കായതുകൊണ്ട് ഇന്നലെ ഇപ്പോൾ ഉറങ്ങിയിട്ടില്ല. രാവിലെ ഉറങ്ങി. ഇന്നലെ ഒരു 8:30 എല്ലാം ആയപ്പോൾ ഗണപതി ഹോമം ഉണ്ടായത്. അത് കഴിഞ്ഞിട്ട് 10:30 വീട്ടിൽ കയറി. പിന്നെ എല്ലാം സെറ്റ് ചെയ്ത് 7 മണിക്ക് പാലുകാച്ചലായി. ഉറങ്ങിയിട്ടേ ഉണ്ടാവില്ല. നല്ല അടിപൊളി വീടായിരുന്നു. ഇതെന്താന്ന് ഈ സാധനം? ഇത് ഇങ്ങനെ സെറ്റ് ചെയ്തേ? ഓരോ പീസായിട്ട് വാങ്ങിച്ചതാ? ഓരോ പീസായിട്ട് ഇങ്ങനെ വെക്കുന്നത്. ഓ, എന്നിട്ട് അട്ടിക്കട്ടിക്ക് ഇങ്ങനെ മുകളിൽ വെക്ക. ഓ അങ്ങനെ. അത് അടിപൊളിയായില്ല. ഭയങ്കര നല്ല രസമുണ്ട് അത്. ഈ വീടിൻ്റെ ഏറ്റവും രസമുള്ളൊരു സ്ഥലം ഈ ഒരു ബാൽക്കണി കേട്ടോ. ഏറ്റവും നല്ലൊരു ഭംഗിയുള്ളൊരു ബാൽക്കണിയാണ്. ഫ്രണ്ടിലെ മാവും നമുക്ക് റോഡ് സൈഡ് അപ്പുറത്തോട്ട് ഈ ഒരു ഇങ്ങനെ റോഡ് സൈഡ് കാണാൻ പറ്റും. പിന്നെ ഇവിടെ ആയാലും അടിപൊളി നല്ല ഫോട്ടോ ഒക്കെ അടിപൊളി സെക്ഷനാണ് ഇവിടെ. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഓടൊക്കെ ഇട്ടിട്ട്. ഇത് പുതിയത് ഓട് വാങ്ങിച്ചല്ലേ? ഈ സെക്ഷനാണ് ഏറ്റവും അടിപൊളിയായത്. നമുക്ക് പറ്റിയ സ്പോട്ട്. രാത്രിയാണ് ഈ ലൈറ്റ്സ് ഒക്കെ ഭംഗി കാണാൻ വേണ്ടിയിട്ട്. ഇവിടെ ഡൈനിങ്ങിലേക്ക് നോക്കിയിരിക്കുന്ന ഒരു ലൈറ്റ് ഉണ്ട്. നിച്ചു നിച്ചു അറിയോ? നിച്ചുവിനെ അറിയോ? മുടിയുള്ള വെല്ലീൻ്റെ അടുത്ത് വരുന്നാ? വെല്ലീൻ്റെ അടുത്ത് വരുന്നാണ്ട? വരുന്നാ? വരുന്നാ? എങ്ങനെയുണ്ട് വീട്? ഇഷ്ടമായ? വീട് ഇഷ്ടമായി. അടിപൊളി വീടാണല്ലേ? ഈ ലൈറ്റ് ഉണ്ടോ? റൂമിൽ കാണിച്ചിട്ടേ വലിയ? ഞാനും അതന്നെ പറയുന്നത്. ഇവിടെ ഇഷ്ടായി. അതുകൊണ്ട് ഇവിടെ സ്ഥലം പിടിച്ച്. ഹായ്, നമ്മളെ സ്ഥലം പിടിച്ചപ്പോ നിച്ചു ഹായ് വരെ പോയിട്ട് ഏട്ടനോട്. പക്ഷെ ഇവക്കൊരു സ്റ്റാർട്ടിങ് ട്രബിളാണ്. ഹായ് പറ പരിചയപ്പെട്. ഷൈക്കാൻ്റെ എല്ലാം കൊടുക്ക്. ഏട്ടന് സങ്കടാവേ. കൈ കൊടുത്തേ. ഫ്രണ്ട്സ് ഇനി കളിച്ചോ? അമ്മക്ക് നല്ലോണം വീട് ഇഷ്ടായിന്. അമ്മ ആദ്യമായിട്ട് വരുന്നേ. ഇതുവരെ ഇങ്ങോട്ട് സാരിയെല്ലാം എടുത്തിട്ട്. നീ സാരി ചെയ്യുന്നുവാ? അല്ല, അതായിരുന്നു ഉദ്ദേശിച്ചത്, എടുത്തിട്ട് വരാൻ വേണ്ടിട്ട്. ഞാൻ വെച്ചാൽ നീ ടോപ്പ് ഇട്ടിട്ടാ വരുവാന്ന്. അങ്ങനെ വീട്ടിൽ നിന്ന് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് എല്ലാവരെയും കൂടി ഇങ്ങനെ ഡൈനിങ്ങിൽ പോയിരിക്കുമ്പോഴത്തേക്ക് മുകളിലേക്ക് നോക്കിയപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. രാത്രിയായിട്ട് ഇത് കാണാൻ അടിപൊളി. രാവിലെ ഈ ഡേ ലൈറ്റും കൂടെ വരുമ്പോൾ അതിൻ്റെ ആ ലൈറ്റിൻ്റെ ഭംഗി അധികം കാണുന്നില്ല. പിന്നെ മുകളിലുള്ളതൊക്കെ ഗ്ലാസ് വെച്ചിട്ട് അടച്ച റൂഫാണ്. അപ്പം സൺലൈറ്റ് ഡയറക്റ്റ്ലി നമ്മളെ ഈ ഡൈനിങ്ങിലേക്ക് വരും കേട്ടോ. പിന്നെ ഗണപതി ഹോമമൊക്കെ ഇന്നലെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിരുന്നു. അതിൻ്റെ പ്രസാദമാണ്. അപ്പോൾ എല്ലാവരും അതെടുത്ത് കഴിക്കുമായിരുന്നു. പിന്നെ ഉച്ച സമയമാവാനായി. അപ്പോൾ എല്ലാവരും പോയി ഫുഡൊക്കെ കഴിച്ചു. ചോറ് തിന്നേണ്ട സമയമായി. ബിരിയാണി ആയിരുന്നു. പിന്നെ സാധാരണ ചോറും നെയ്ച്ചോറൊക്കെ ഉണ്ടായിരുന്നു.
അച്ഛനും അമ്മയും സാധാരണ ചോറ് കഴിച്ചത്, ബാക്കി നമ്മളെല്ലാവരും ബിരിയാണി കഴിച്ചു. നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു, വെറൈറ്റി ബിരിയാണി ആയിരുന്നു. ഞാൻ കണ്ണൂരിൽ അധികം കാണാത്തൊരു ബിരിയാണി ആയിരുന്നു. പിന്നെ നമ്മൾ ഇത് വിളമ്പാൻ വേണ്ടിയിട്ട് നമ്മളെ കുടുംബശ്രീയിലെ ചേച്ചിമാരുണ്ടായിരുന്നു. നല്ല സാരി, അവർ നല്ല സാരി ആയിരുന്നു കേട്ടോ. ഡ്രസ് കോഡ് അടിപൊളിയായിരുന്നു. അത് പഴയ വീട്ടിൽ നിന്നാണ് ഫുഡൊക്കെ ഉണ്ടായത്. ഞങ്ങളും വേദന കഴിച്ചു. മുത്തപ്പൻ തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കഴിക്കൽ നടക്കില്ല, ലേറ്റായി പോകും. പിന്നെ മുത്തപ്പനെ കാണാനും പറ്റില്ല. കുറേ നാളായി മുത്തപ്പനെ കണ്ടിട്ട്. അതുകൊണ്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു സത്യം പറഞ്ഞാൽ മുത്തപ്പനെ കാണാൻ വേണ്ടിയിട്ട്. അപ്പം വേഗം തന്നെ കഴിച്ചു. നല്ല ബിരിയാണി ആയിരുന്നു, നല്ല ടേസ്റ്റ്, നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. ഞാൻ വെച്ച് പിന്നെ എനിക്ക് വിശക്കുന്നു, പക്ഷേ നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ കഴിച്ച് വരുമ്പോഴത്തേക്ക് മുത്തപ്പൻ ഇതാ മുഖച്ചായയൊക്കെ ചെയ്ത് ഒരുങ്ങി വരികയാണ്. അവിടെ തന്നെ നമ്മളെ മുന്നിൽ തന്നെ ഒരുങ്ങുക. തെയ്യത്തിനെ പോലെ വേറൊരു ഇത് കെട്ടിയിട്ടൊന്നും അങ്ങനെ ഒരുങ്ങൂല കേട്ടോ. നമ്മളെ മുന്നിൽ തന്നെയാണ് മുത്തപ്പൻ ഒരുങ്ങുക. നമുക്ക് കാണാൻ പറ്റും മുത്തപ്പൻ ഒരുങ്ങുന്നത് മുഴുവനും, വരക്കുന്നതും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് അതാ മുത്തപ്പൻ ഏകദേശം ഒരുങ്ങി കഴിഞ്ഞു. ഇനി വലിയ ചമയങ്ങളൊന്നുമില്ല. ഡ്രസ്സ് ഇങ്ങനെ കുറേ ആടാഭരണങ്ങളുണ്ട്, അത് കൂടെ ഇടാനേ ഉള്ളൂ. ഇനി ഇതിപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ സമയം 2 മണി അത്രയായി കേട്ടോ. 2 മണി നമ്മളിവിടെ ഇങ്ങനെ ഈ ഒരു ടൈമൊക്കെ ആവും മുത്തപ്പൻ തുടങ്ങി വരാനായി. പിന്നെ ഒരു സന്ധ്യയെല്ലാം ആവും. ഒരു 6 മണി 7 മണിക്കുള്ളിലൊക്കെ എല്ലാം കഴിയുള്ളൂ മുത്തപ്പൻ്റെ പരിപാടിയെല്ലാം. ആ സമയമാകുമ്പോഴത്തേക്ക് എല്ലാവരും ഫുഡ് കഴിച്ചിട്ട് മുത്തപ്പൻ കാണാൻ വന്നിരിക്കും.
അങ്ങനെ മുത്തപ്പൻ്റെ ഫസ്റ്റ് സെക്ഷൻ കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് എല്ലാവർക്കും പൈസ കൊടുക്കാൻ പോവാം. ഇനി മുത്തപ്പനെ കണ്ട് തൊഴാം, കാര്യങ്ങൾ സംസാരിക്കാം, അങ്ങനത്തെ ഒരു സെക്ഷനാണ് ഇനി. അത് കഴിഞ്ഞിട്ട് അഞ്ജുവിൻ്റെ അനിയത്തി ഉണ്ടായിരുന്നു. ഇവിടെ ഗൂഗിളുടെ അനിയൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ കുറച്ച് സമയം സംസാരിച്ചു. അഞ്ജു വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിനെക്കുറിച്ച് ഇങ്ങനെ പറയുമായിരുന്നു എന്താ വരാണ്ടുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട്. കുറേ നാളെ നമ്മളും കണ്ടിട്ട്. അത് കഴിഞ്ഞിട്ട് ഞാനും അഗേട്ടനൊക്കെ പോയി പൈസയൊക്കെ കൊടുത്തു, കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അത്യാവശ്യം നല്ലോണം പറയുന്ന മുത്തപ്പനായിരുന്നു. ഓരോ ആൾക്കാർ കെട്ടുന്ന പോലെ ഇരിക്കും, ഓരോ ആൾക്കാരെ പറച്ചിൽ നല്ലോണം പറയുന്ന മുത്തപ്പനായിരുന്നു. നമ്മൾ അങ്ങോട്ട് ചോദിക്കുകയൊന്നും വേണ്ട കാര്യങ്ങളൊന്നും, മുത്തപ്പനായിട്ട് ഇങ്ങോട്ട് എല്ലാം പറയും. കുഞ്ഞു വ്ളോഗ് എടുത്തിയായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു ഇന്നത്തെ ദിവസം. അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് വേറെ ദിവസം വരാം. അതുവരേക്കും ഇറ്റ്സ് സ്റ്റിൽ ദാൻ ബൈ ഫ്രം ആതിര അഖിൽ. ബൈ ബൈ.